பிரமாதம். எடா அங்க ரொம்ப தட்டாதடா, மெதுவா தட்டுறா. ഉച്ചാന്തലല്ല ബുദ്ധി ഇരിക്കുന്നത്. എടാ മനസ്സിലായിട്ട് നിന്നെ ആരെങ്കിലും വിഷ് ചെയ്തായിരുന്നു? നമ്മൾ ആണുങ്ങളെ ആർക്കെങ്കിലും വേണം എന്റെ മുതലാളി. ഇതാരാ അജിയോ? നീ എടാ വണ്ടിയും തള്ളിക്കൊണ്ട് ഈ വഴിയെ? പെട്രോൾ തീർന്നു പോയി മുതലാളി. നീ വന്ന വഴിക്കല്ലായിരുന്നു പമ്പ്? അടിക്കാൻ പാടില്ലായിരുന്നു? കാശ് വേണ്ടേ? ബെസ്റ്റ്. ഞാൻ അതിനും കൂടെ വന്നേ. എനിക്കൊരു 15,000 രൂപ വേണം. 15,000? എപ്പ തരും? അത് മുതലാളി ശമ്പളം കിട്ടുമ്പോ തരാം. അതുവരെ വണ്ടി ഈടായിട്ട് ഇവിടെ വെച്ചു. 15,000 രൂപയോ ഈ വണ്ടിക്കോ? അത് കൊടുക്കരുത് കേട്ടോ. ഇത് 10 രൂപയ്ക്കുള്ളേ ഉള്ളൂ. കടാക്ക് വണ്ടിയത് 10 രൂപയ്ക്കുള്ളൂടാ. ഇവനെ വിളിക്കണ തന്നെ കൊതുക് ചെയ്യുന്ന. കൊതുക് ചോര വലിച്ചു കുടിക്കണ പോലെ പൈസ വലിച്ചോണ്ടങ്ങ് പോകും. പിന്നെ ഒന്നും കിട്ടൂല. എന്റെ മുതലാളി പൈസ അത്യാവശ്യമാണ്. വണ്ടി വെച്ചോ. 10 രൂപ 10 രൂപ മതി. അത്യാവശ്യമൊക്കെ അല്ലേ? വണ്ടി അങ്ങോട്ട് ചേർത്ത് വെച്ചേരെ. കുരുവി ഒരു 10 രൂപ എടുത്ത് കൊടുത്തരാ. 5, 16, 17, 18, 19, 20. 10 രൂപ ഉണ്ട്. പൈസ കറക്റ്റായിട്ട് എത്തിച്ചാണ് കേട്ടോ. ശരി മുതലാളി. ശരി മുതലാളി, ഇതൊരു ആക്രി വണ്ടി കേട്ടോ. പിന്നെ മൊത്തം പറഞ്ഞ് തെളിഞ്ഞിരിക്കുവാ. അവന്റെ അപ്പനെ എനിക്ക് പരിചയമുള്ള. കിട്ടിയില്ലൊരു വണ്ടിയല്ലേ, ഇരിക്കട്ടെ, നമുക്ക് നോക്കാതെ. എന്താ കുരുവി, ഈ വണ്ടി അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് മാസമൊന്നും ആയല്ലോ. അവൻ പൈസ തന്നില്ല. വല്ലതും നടക്കുവോ? ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവന്റെ പേര് കൊതുകെന്ന്, അവന് കൊടുക്കരുതെന്ന്. ഒരു കാര്യം ചെയ്യാൻ മുതലാളി, ഞാൻ വിളിച്ചു നോക്കാം. എടാ കൊതുകെ, ഞാൻ കുരുവിയാ. നീ ആ മുതലാളിയുടെ പൈസ കൊടുത്തില്ലടാ. പുള്ളി ചോദിച്ചായിരുന്നു. പൈസ തരാൻ ഇല്ലാന്നോ? അപ്പൊ വണ്ടിയോ? വേണ്ടാന്ന്, മുതലാളിയോട് വെച്ചോളെ. കൊള്ളാലോടാ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കൊടുക്കരുതെന്ന്. വണ്ടി മുതലാളിയോട് വെച്ചോളെ. ഇത് വിഷമായിട്ടൊന്നിട്ട് എടുക്കില്ല. അവൻ്റെ പൈസ തരാനില്ല, ശമ്പളം കിട്ടിയിട്ടില്ലാന്ന്. മുതലാളിയല്ലേ പറഞ്ഞേ പൈസ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, വണ്ടിയായി അത് സൈഡിലോട്ട് ചേർത്ത് അങ്ങ് വെച്ചോന്ന്. അതെ, ഞാൻ അപ്പോഴേ പറഞ്ഞ വേണ്ടാത്ത പരിപാടിക്ക് പോകണ്ടാണ്. ഇപ്പൊ എന്തായി എന്നിട്ട്? നീ ഇപ്പൊ എങ്ങനെയാ വണ്ടി ഉണ്ടാക്കും? ഒരു വഴി ഉണ്ടാ കുരുവി. പ്ലാൻ ബി. നമുക്കേ ക്രിസ്മസ് പ്രമാണിച്ചൊരു ഓഫർ ഇടാം. 500 രൂപ അടക്കണവന് നറുക്കെടുത്തിട്ട് സ്കൂട്ടർ സമ്മാനം. മനസ്സിലായില്ല, അതെങ്ങനെ ചെയ്യും? അത് വലുതായിട്ട് മനസ്സിലാക്കാനൊന്നുമില്ല. നീയേ ആ ഫോൺ അങ്ങനെ ഓണാക്കിയിട്ട് ഞാൻ ആ സ്കൂട്ടറിന് അടുത്ത് പോന്നിട്ട് ഒരു വീഡിയോ അങ്ങ് ഡയലോഗ് ഇടും. നീ അത് മൊത്തത്തിൽ ഒരു വീഡിയോ ആയിട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യണം, മനസ്സിലായോ? എന്നിട്ട് ഈ ലോക്കലിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മൊത്തം അങ്ങോട്ട് ഇടണം. അതിൽ ഞാൻ എന്നെ പറയാൻ പാടെന്നറിയോ? 500 രൂപ അടയ്ക്കുന്നതിന് സ്കൂട്ടർ സമ്മാനം. ഇന്നേക്ക് 10-ാം ദിവസം നറുക്കെടുക്കും. 500 രൂപയ്ക്ക് സ്കൂട്ടർ കേൾക്കുമ്പോൾ കുറേ ഏറെ വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പൊ തന്നെ വീഡിയോ എടുത്തേക്കാം. ആരും തിരക്ക് പിടിക്കരുത്. ഓരോരുത്തരായിട്ട് വരിക. ഓരോരുത്തർ ആദ്യം പോരട്ടെ. ഇതയാൾ കയറുക. 500 ഇതിൻ്റെ അകത്ത് കിട്ടും. പേരും ഫോൺ നമ്പർ പറഞ്ഞേ. പേര് മുരുകേശൻ. ഫോൺ നമ്പർ പറഞ്ഞേ. മുരുകേശ. ഇത് മുരുകേശന്റെ ടോക്കൺ നമ്പർ. അതെ, നമ്മൾ ഇന്നിപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. അപ്പൊ ഇന്നേക്ക് 10-ാം ദിവസം നറുക്കെടുത്തിട്ട് വിജയിയുടെ പേര് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അന്ന് ഈ ടോക്കണുമായിട്ട് വന്ന് വണ്ടി കൈപ്പറ്റുക. ഞങ്ങള് സണ്ണി ലിയോണിനെ കൊണ്ട് വണ്ടി തിരിപ്പിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കണുണ്ട്. അപ്പൊ അത് കഴിഞ്ഞല്ലേ, അടുത്ത ആൾ വാ. ചേട്ടാ 500 രൂപയേ ഉള്ളൂ. ജയിച്ചു കഴിഞ്ഞാൽ സണ്ണി ചേച്ചി വന്ന ബൈക്കും തരും. എടാ 500 രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് എവിടെ നിന്നാണ് സ്കൂട്ടർ കിട്ടുന്നത്? വന്നിട്ടേച്ച് പോടാ. ഇന്നത്തെ കളക്ഷൻ ചേർത്ത് എത്രയായി? ഇന്ന് നറുക്കെടുക്കണ്ടേ? ഇന്നത്തെയും കൂടെ ചേർത്ത് 50,000 മൊത്തം 100 പേർക്ക് നമ്മൾ ടോക്കൺ കൊടുക്കണം. മണി 5 എന്നാ പിന്നെ നമുക്ക് വിജയ് അങ്ങോട്ട് നറുക്കെടുത്തിട്ട് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ട് പ്രഖ്യാപിച്ചേക്കാം. എല്ലാം റെഡിയാ. ഹലോ, മുരുകേശനല്ലേ? ഞാൻ കുരുവിയാ. നമ്മുടെ ആ സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് മുരുകേശനാണ് കിട്ടിയേക്കാം. വാട്സപ്പ് കണ്ടില്ലേ? എപ്പോഴാ നേരത്തെ വന്ന് മേടിച്ചോ? അതെ, ഞാൻ ഈ പഠിക്കലെത്തിയായിരുന്നു. എന്നാ താക്കോലും കന്നേരെ. താക്കോല് അല്ല, അപ്പൊ സണ്ണി ലിയോൺ ഇതിലെ ഉടനെ ലിയോൺ ബസ്സില്ലേ, അതിന്റെ മുതലാളി ഞാനാ. ഞാനാണ് സണ്ണി ലിയോൺ. എന്നാ താക്കോല്. മുരുകേശ, തള്ളിക്കൊണ്ട് പോകേണ്ടി വരും കേട്ടോ, പെട്രോളില്ല. എന്റെ മുതലാളി സമ്മതിക്കണം. 10,000 രൂപയ്ക്ക് വരും മുതലാളി 50,000 രൂപ ഉണ്ടാക്കി. മുതലാളി ധനകാര്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ ഈ സംസ്ഥാനം രക്ഷപ്പെട്ടായിരുന്നു. എടോ, ഇത് എന്നാ കോപ്പിന് വണ്ടി ഓടിക്കണമെന്നാ മുതലാളി? ഇതിന്റെ സകലം നെട്ടും പോയിട്ട് കളിയിരിക്കുക. പോരാതിന് 5 മണിയുണ്ട്. ഇത് നന്നാക്കി എടുക്കണമെങ്കിലേ 10-25,000 രൂപയാവും. അയാളൊരു നറുക്കെടുപ്പും കോപ്പും. ആ കാശുണ്ടെങ്കിലേ പുതിയൊരു വണ്ടി വാങ്ങിക്കാം. അവന് ഇരിപ്പുണ്ടല്ലോ. കൈയെടുക്കടാ കുരുവി. നീ എത്ര രൂപ ആകുന്നേ? 500. നാളെ നിന്റെ 500 വണ്ടി ഇവിടെ വെച്ചിട്ട് വീട്ടിൽ പോടാ. വീട്ടിൽ പോടാ. ചെരിഞ്ഞ് നോക്കാതെ പോടാ. വീട്ടിൽ പോടാ. എന്റെ മുതലാളി 10,000 പോയാൽ തന്നെ 50,000 വേറെ കിട്ടി, വണ്ടിയും കിട്ടി.
അപ്പൊ 10-40,000 രൂപ ഏതായാലും കിട്ടിയല്ലോ. അപ്പൊ ഒരു 10-2,000 രൂപ ചെലവാക്കിയിട്ട് നല്ല പളപ്പനായിട്ട് പെയിന്റ് ഒക്കെ മാറ്റി നല്ല ചമന്ന പെയിന്റ് അടിക്കും. എന്നിട്ട് നമുക്ക് ന്യൂ ഇയറിന് അടുത്ത് ഓഫർ ഇടാം.